തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് സ്തുതി. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായം 41-42 തിരുവചനം. അവൻ ആ 5 അപ്പം 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി, അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ച് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. തിരക്ക് പിടിച്ച ദിനങ്ങളായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും. വിശ്വാസികൾ, മതനേതാക്കൾ, ആരാധകർ, രോഗികൾ, ശ്രോതാക്കൾ, ശിഷ്യന്മാർ എല്ലാം എപ്പോഴും ചുറ്റിനുമുണ്ടായിരുന്നു. സ്വൈരമോ സ്വസ്ഥതയോ വേണ്ടുമണ്ണ് ലഭിച്ചിരുന്നില്ല. ഭക്ഷിക്കുവാൻ പോലും സമയമില്ലാതെ വണ്ണം ശിഷ്യന്മാരും നല്ല തിരക്കിലായിരുന്നു. ശിഷ്യന്മാരുടെ ദുര്യോഗം കണ്ട ക്രിസ്തു, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ടിയെന്ന് അല്പമെങ്കിലും ആശ്വസിപ്പിൻ എന്ന് പറയുന്നു. അവരോടൊപ്പം ക്രിസ്തുവും പടകിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ യാത്രാമാർഗം മണത്തറിഞ്ഞ ജനക്കൂട്ടം അവർ വിശ്രമിക്കുവാൻ പോയ വിജന സ്ഥലത്തേക്ക് അവർ ചെന്നെത്തും മുമ്പേ എത്തിച്ചേരുകയാണ്. അപ്രതീക്ഷിതമായി ആ ഒഴിഞ്ഞ പ്രദേശത്ത് തടിച്ചുകൂടിയ പുരുഷാരംഗത്തെ കണ്ട് ശിഷ്യന്മാർ അരിശം കൊള്ളുന്നു. യേശുതമ്പുരാൻ സ്വതസിദ്ധമായ രീതിയിൽ മനസ്സലിയുന്നു. മനസ്സലിവ് യേശുവിൻ്റെ സ്ഥായി ഭാവമാണല്ലോ. അവരൻ്റെ അനുഭവത്തെ സ്വനുഭവമായി മാറ്റുമ്പോൾ മാത്രമാണ് മനസ്സലിവ് സാധ്യമാകുന്നത്. മനുഷ്യനോട് ഏകീഭവിച്ച ക്രിസ്തു സമസൃഷ്ടികളുടെ വികാര വിചാരങ്ങളോട് എളുപ്പത്തിൽ ഏകീഭവിക്കുന്നു. ഇടയിലില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞു തിരിയുന്ന ജനസഞ്ചയത്തോട് യേശു ഉപദേശിച്ചു തുടങ്ങുകയാണ്. അവൻ്റെ നാവിൽ നൂറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ ശ്രവിക്കുന്നതിനായിരുന്നു ജനമെല്ലാം ദൂരെ നിന്ന് ഓടിക്കൂടി എത്തിയത്. കർത്താവ് തൻ്റെ ആവശ്യം മറന്ന് അവരുടെ ആവശ്യം നിറവേറ്റുന്ന ആത്മീയ പരിപോഷണത്തിൻ്റെ ഉത്കൃഷ്ടമായ പടവുകളിലൂടെ അവരെ കരം പിടിച്ച് നടത്തുന്നു. ആത്മീയ പരിപോഷണം മനുഷ്യനിർമ്മിതിയിൽ അനിവാര്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ, അപ്പം അനിവാര്യമാണെങ്കിലും അതിനപ്പുറം ഒരു ആത്മീയ തലം കൂടി ഉണ്ട് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സാധ്യതകളുടെ പങ്കുവെക്കൽ ഇവിടെ നമുക്ക് കാണാം. അവിടെ കൂടിയ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ വചന ശുശ്രൂഷയിൽ ഉത്കൃഷ്ടരായി, ആകൃഷ്ടരായി, സമർപ്പിതരായി. സമയം പോയത് ആരും അറിഞ്ഞില്ല. എന്നാൽ ആ പ്രദേശം ഒരു വിജന പ്രദേശമാണ്. നേരം വൈകി, ഒന്നും ഭക്ഷിപ്പാനായിട്ട് അവിടെ എങ്ങും ഒന്നുമില്ല. നോർപ്പിച്ചുകൊണ്ട് ജനക്കൂട്ടത്തെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശു തമ്പുരാൻ്റെ ശ്രേഷ്ഠമായ ഇടപെടൽ. കർത്താവ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് ഉള്ളതെടുത്ത് വാഴ്ത്തി അവരെ കൊണ്ട് തന്നെ വിളമ്പി കൊടുക്കുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിലും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ വിശപ്പിനേക്കാൾ അപ്പുറമായി സമൂഹത്തിൻ്റെ വിശപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വിശപ്പടക്കുവാണ്ടൊക്കെയുള്ള ഒരു കൈത്താങ്ങൽ ഈ നോമ്പുകാലത്ത് സാധ്യമാകണം. യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവും യേശുക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയും യേശുക്രിസ്തുവിൻ്റെ അവരനോടുള്ള മനോഭാവവും സ്നേഹത്തിൻ്റെ സ്ഥായി ഭാവവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലത്തിൻ്റെ ആധ്യാത്മികതയിൽ തുടർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.